എൻ്റെ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്താണ് പ്രശ്നം? പണം മുടക്കി വാങ്ങുന്ന വണ്ടിയിൽ റോഡ് ടാക്സ് കെട്ടി ഇൻഷുറൻസ് കെട്ടിയിട്ടുള്ള വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്താണ് പ്രശ്നം? ഇതൊക്കെ ചോദിക്കുന്നത് ഇവരാരാ? ഹലോ നമസ്തേ, ഞാൻ സുമൻലാൽ. വാഹനങ്ങളുടെ മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലെ കണ്ടന്റുകളിൽ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ ദയവേത് ഈ വീഡിയോ മുഴുവനായും കാണുക. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഫൈൻ ചെയ്യുന്നതിനെതിരെ ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് വാഹനങ്ങളുടെ ഒറിജിനൽ ഡയമെൻഷൻസിന് ചേഞ്ച് വരുന്ന രീതിയിൽ എന്ത് മോഡിഫിക്കേഷനും അലൗഡ് അല്ല എന്ന്. പക്ഷേ ഒരുപാട് കാലങ്ങളായി തന്നെ പെർമിഷനോടുകൂടി നമുക്ക് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഉദാഹരണം നിറം മാറ്റുന്ന കാര്യങ്ങളിൽ, അതുപോലെ തന്നെ നമുക്ക് ഗാർഡുകൾ വെക്കുന്നതിൽ, ഇതിലെല്ലാം അലൗഡ് ആയിരുന്നു വിത്ത് പെർമിഷനോടുകൂടി തന്നെ. ഒരുപാട് കേസുകൾ ഹൈക്കോർട്ടുകളിലും സുപ്രീം കോർട്ടിലും ഇതിനെതിരെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മോഡിഫിക്കേഷൻ ഇത്രയേറെ വിലക്കുന്നത്? ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇത്രയേറെ മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, വാങ്ങുന്ന ഉടമസ്ഥരെ തൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ യൂണീക്കായിട്ടുള്ള ഡിസൈൻസുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ ഓഫർ ചെയ്യാത്തത്? അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ തന്നെ ചെയ്തു കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു വാഹനം മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഏതെല്ലാം സ്റ്റേജ് കഴിഞ്ഞാണ് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നുള്ളത് നോക്കാം. അത് തന്നെ കമ്പനികൾ ചെയ്യുന്നത് ഒരു മാർക്കറ്റ് റിസർച്ചാണ്. ഈ ഒരു വാഹനം, ഈ ഒരു ഡിസൈനിലുള്ള ഒരു വാഹനം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ എത്രമാത്രം അതിന് സെയിൽ ഉണ്ടാകുന്നുള്ള ഒരു മാർക്കറ്റ് റിസർച്ച്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ശതമാനം യൂസേഴ്സ് ഏത് രീതിയിലെല്ലാം വാഹനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളതിൻ്റെ മാർക്കറ്റ് റിസർച്ച്. അതിനുശേഷം അത് ഡിസൈൻ ചെയ്ത് മോഡൽ ചെയ്തതിന് ശേഷം പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുന്നു. ഈ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിലൊക്കെ ആയിരിക്കും അതിൻ്റെ എല്ലാതരം ടെസ്റ്റുകളും നടത്തുന്നത്. ടെസ്റ്റുകൾ പലതരത്തിലുള്ളത്. സേഫ്റ്റി ടെസ്റ്റ് ഉണ്ടാവും, എമിഷൻ ടെസ്റ്റ് ഉണ്ടാവും. ഈ ടെസ്റ്റുകൾ എല്ലാം സാധൂകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങളിൽ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് നോംസ് പ്രകാരമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം അവർ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഈ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഒരു ടൂളിംഗ് സെറ്റപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ചിലവ് വരുന്നുണ്ട്. ഓരോ കമ്പനികളിലും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനനുസരിച്ചായിരിക്കും അവരുടെ ടൂളിംഗ് സെറ്റപ്പ് വരിക. നമ്മൾ യൂട്യൂബിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ റോബോട്ടിക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും കൂടുതലും മാനുഫാക്ചറിങ് വിങ്ങുകളിൽ ഉണ്ടാവുക. അതെല്ലാം ഡിസൈൻ ചെയ്തെടുക്കണം, ആദ്യം പ്രോഗ്രാം ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു ടൂളിംഗ് കോസ്റ്റ് വരും. അതിനുശേഷമാണ് അതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. മാനുഫാക്ചറിങ് കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു പ്രോഡക്റ്റ് പുറത്തോട്ട് വരുന്നത്. അതിലുള്ള പാർട്ടുകൾ എത്രത്തോളം ബെസ്റ്റായിട്ട് കൊടുക്കണമോ അത്രയും ബെസ്റ്റിലായിരിക്കും അവർ മുന്നേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മുന്നേ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അതിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിലുള്ള ഡയമെൻഷനിൽ തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പെർഫോമൻസിനും അതുപോലെ തന്നെ മേൽ പറഞ്ഞ ഓരോ രാജ്യങ്ങൾ അനുശാസിക്കുന്ന നോംസ് ആൻഡ് റൂൾസിന് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ കമ്പനികൾ അത്രയും സൂക്ഷ്മമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് പ്രോഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ചില കമ്പനികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അവർ പ്രോഡക്റ്റ് ഇറക്കിയതിന് ശേഷം അവരുടെ എല്ലാ വണ്ടികളും തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാം. അവിടെ എന്തെങ്കിലും ഫോൾട്ടുകൾ വരുന്നതുകൊണ്ടാണ് അവർ അത് തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ള എല്ലാ സ്റ്റേജും കഴിഞ്ഞിട്ടും കൂടെ ഫോൾട്ട് വരുന്നെന്ന് ആലോചിക്കണം. ഒരു രാജ്യത്ത് വാഹനം ഓടിക്കാനുള്ള എല്ലാ സേഫ്റ്റി റെഗുലേഷൻസും നോംസുകളും എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഓടിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടിയാണ് അവർ പുറത്തിറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായും അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി എന്നുണ്ടെങ്കിൽ അത് വണ്ടിയെ തീർച്ചയായും ബാധിക്കുന്നു. മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്യാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് നമ്മൾക്ക് ഇൻഷുറൻസ് ക്ലെയിമിങ്ങിനെ വരെ ബാധിക്കുന്ന ഒന്നാണ്. ഒരുപാട് കേസുകൾ നമുക്ക് പല ഹൈക്കോർട്ടുകളിലും സുപ്രീം കോർട്ടിലടക്കം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഡൽഹി ഹൈക്കോർട്ടിൽ നടന്ന ഒരു കേസിൻ്റെ ഒരു വേർഡിക്റ്റിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ റോഡുകളിൽ എല്ലാതരം സേഫ്റ്റിയും പാലിച്ചിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്. ഉദാഹരണത്തിന് സ്പീഡ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം പാലിച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഒരു അഡീഷണൽ സേഫ്റ്റി അതിനകത്ത് ആവശ്യം വരുന്നത്? ഇത് വന്നത് ഒരു ബുൾബാർ കാറിൽ യൂസ് ചെയ്യുന്നതിൻ്റെ സംബന്ധമായിട്ട് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു വേർഡിക്റ്റ് വന്നത്. ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി, ഞാൻ പണം മുടക്കി വാങ്ങുന്ന വാഹനത്തിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തുകൂടെ എന്ന്. സാധിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും. കളർ മാറ്റാൻ സാധിക്കുന്ന സ്റ്റിക്കർ വർക്കുകൾ, ഇതെല്ലാം പെർമിഷനോടുകൂടി അതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു പരിധി വരയ്ക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ബാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പെർമിഷനോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ അടുത്ത് വന്നിട്ടുള്ള ഈ കോടതിയുടെ ഇടപെടൽ മൂലം കുറേ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അവരുടെ റോഡുകൾ എന്ന് പറയുന്നത്. റോഡുകൾ നന്നായാൽ തന്നെ പുരോഗമനം കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. അപ്പോൾ ആ റോഡിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ ഡിസിപ്ലിൻ എന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന റോഡ് ബാക്കിയുള്ളവർക്കും കൂടെ അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ വേണം നമ്മൾ വാഹനം ഓടിക്കുക. അവർക്ക് അപകടമോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ വരാത്ത രീതിയിൽ വേണം നമ്മളുടെ വാഹനം ഉണ്ടാവും. ഒരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നുണ്ടാവും, നമ്മൾ സൈലൻസറിൻ്റെ ശബ്ദം മൂലം ഒരു കൈക്കുഞ്ഞിൻ്റെ ഇയർ ഡ്രമ്മിന് ഡാമേജ് വന്നു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേട്ട് കാണും. അപ്പോൾ അവിടെ ആരാണ് തെറ്റുകാർ? നിയമത്തിൽ പറയുന്നുണ്ട്, വാഹനം മാനുഫാക്ചേഴ്സ് പറയുന്ന അതേ സ്പെസിഫിക്കേഷൻ വണ്ടി കീപ്പ് ചെയ്യണമെന്ന്. പക്ഷേ മോഡിഫിക്കേഷൻ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ യൂസേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു കൺട്രോൾ വരേണ്ട ആരാണ്?
മോഡിഫിക്കേഷൻ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് ഇൻസ്ട്രക്ഷൻ പോകേണ്ടത്. വാഹനങ്ങളുടെ ഡയമെൻഷൻ മുതൽ അതിന്റെ നമ്പർ പ്ലേറ്റിലുള്ള അക്കങ്ങൾക്ക് വരയ്ക്കും റൂൾസ് ഉണ്ട് എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് പാലിക്കേണ്ടതല്ലേ? സേഫ്റ്റിയുടെ ഭാഗമായിട്ടായാലും ഭംഗി കൊടുക്കുന്ന ഭാഗമായിട്ടായാലും നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നതെല്ലാം പെർമിഷനോടുകൂടി അല്ലെങ്കിൽ അലൗഡ് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ വരുത്താവൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻ ശരിയാണെന്ന് തോന്നുന്നവർ ലൈക്ക് ചെയ്യുക, അല്ലാന്ന് തോന്നുന്നു ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ടാണെന്നുള്ള കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള കണ്ടന്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.